DC എന്ന് പറയുന്ന സിനിമ ഒരു സംവിധായകൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സാധനം ചെയ്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ചെയ്യുമോ അങ്ങനെ ഒരു സിനിമ എന്നാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. അരുൺ മാധേശ്വരൻ നല്ല കട്ടക്ക് പണിയെടുത്തിട്ടുള്ള സിനിമ, കഥ, തിരക്കഥ, സംവിധാനം, ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ, അങ്ങനെ ഒരുപാട് ജോലികൾ പുള്ളി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ 2 ട്രാക്കുകൾ നമ്മൾ കേട്ടു. അപ്പോൾ അത് ഉൾപ്പെടുന്ന ഒരു ആൽബം, ഒരു മ്യൂസിക് CD കയ്യിൽ കിട്ടി. അപ്പോൾ അത് നമ്മൾ പ്ലേ ചെയ്യുന്നു. അങ്ങനെ കേട്ട് ആസ്വദിക്കാൻ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ കാണുന്ന, കേൾക്കാനിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ കുറച്ച് വിഷ്വൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, തരക്കേടില്ലാത്ത വയലൻസ്, ആക്ഷൻ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ആ മ്യൂസിക് എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ, അതിൻ്റെ സ്റ്റോറി, പെർഫോമൻസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു മൂഡാണ്. ഈ മൂഡ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അത്ര വയലൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലത് പറയാൻ പറ്റില്ല. സിനിമയിലെ ഭയങ്കര എന്നെ സംബന്ധിച്ച് രസമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ ജനറേറ്റ് ചെയ്യിപ്പിച്ച് അവർ എടുത്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറയില്ല. പക്ഷേ വൻ വയലൻസ് സാധനങ്ങളുണ്ട്, ബ്ലഡ് ഷെഡാണ് മൊത്തം. അതും അടിയേക്കാൾ കൂടുതൽ വെടിയും പുകയും കത്തിക്കുത്തും ഒക്കെയാണ്. അതിപ്പോൾ ആ റേജ് എന്ന് വെച്ചാൽ ഈ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ തോന്നുന്ന അത്ര സാധനങ്ങളില്ല. അത് മുഴുവൻ ഒരാളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയുടെ പോസിറ്റീവ്സ് നമ്പർ 1 അത് മ്യൂസിക്കാണ്. അനിരുദ്ധ് ഇങ്ങനെ തകർത്ത് അർമാദിച്ച് വെച്ചിട്ടുള്ള മ്യൂസിക്കാണ്. ആ ഒരു ഇപ്പം ആ സാധനം കേൾക്കുമ്പോൾ എനിക്കതെങ്ങനെ കണക്ട് ആവുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് കണക്ട് ആവുക. എനിക്കത് കണക്ട് ആവുന്നത് നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന പറഞ്ഞു തീർക്കാത്ത, തല്ലി തീർക്കാത്ത, ദേഷ്യപ്പെട്ട് തീർക്കാത്ത ആ റേജ് ഉണ്ടല്ലോ, അതിങ്ങനെ എവിടെയോ നിൽക്കുന്ന പോലത്തെയാണ്. വിഷ്വൽസ് ആണ്. മ്യൂസിക് എങ്ങനെയാണോ അങ്ങനെയാണ് വിഷ്വൽ എന്നാണ് എനിക്ക് തോന്നിയത്. സംഭവം ഇത് പറഞ്ഞു വരുമ്പോഴേ ആക്ച്വലി പോസിറ്റീവ്സിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത് ഒന്നുമില്ലടോ, ഒരു ബേസ് ലെവലിൽ നമ്മൾ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന പോലത്തെ അങ്ങനത്തെ കൊട്ടേഷൻ അല്ല അവർ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ആ ലെവലിൽ നിൽക്കുന്ന കുറച്ച് ക്രിമിനൽസിൻ്റെ ഒരു സംഘം അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിൽ കടന്നു വരുന്ന വയലൻസ്, അതിലൊരാൾ ഈ ഇമോഷൻസിന് കൂടി അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. തോക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം റീകോയിലുള്ള ഗൺ കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. ലോകേഷ് അഭിനയിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മുമ്പുള്ള ഇതിൻ്റെ ടീസർ ട്രെയിലർ കട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമല്ലേ, അതിന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് അങ്ങനെ പറയാനില്ലെങ്കിൽ പോലും ആ ഇമോഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ ലോകേഷിന് പറ്റുന്നുണ്ട്. അയാൾ ഭയങ്കര അഭിനയിച്ചിങ്ങനെ അങ്ങനത്തെ സാധനമൊന്നുമില്ല, ഒരേ നോട്ടം ഒരേ ഭാവമൊക്കെ തന്നെയാണ്. പക്ഷേ അയാളെ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും ഇത്രയും പെയിനും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അതൊരു പക്ഷേ കാസ്റ്റിംഗ് ഡയറക്ടർ വിജയമായിരിക്കും. ഇതിലെ ക്യാരക്ടേഴ്സിനെ ആര് ചെയ്യുന്നു തീരുമാനിക്കുമ്പോഴേ പെർഫോമൻസിൻ്റെ കാര്യം ഗ്യാരണ്ടി ആയി. ലോകേഷ് ഗംഭീരമായിട്ട് ചെയ്തു. ലോകേഷിൻ്റെ കൂട്ടുകാരായിട്ട് വരുന്ന ആൾക്കാർ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരെ ചേസ് ചെയ്യുന്ന ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ്റെ കൂടെ തന്നെ അത് അരുൺ മാധേശ്വരൻ ചെയ്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസ് ഡ്രൈവർ, എല്ലാവരുടെയും ഗംഭീര പ്രകടനമാണ്.